കുട്ടികളെ വികൃതി കാണിക്കുമ്പോൾ അവർ കുരുത്തക്കേട് കാണിക്കുന്ന സമയത്ത് പറഞ്ഞത് അനുസരിക്കാത്ത സമയത്തൊക്കെ നമുക്ക് ദേഷ്യം വരും, ഷൗട്ട് ചെയ്യാൻ തോന്നും, ഷൗട്ട് ചെയ്യും, ഇറിറ്റേഷൻ വരും, ഒക്കെ വരും. പക്ഷെ നമ്മുടെ ബിഹേവിയറിൽ ചെറിയൊരു ചേഞ്ച് വരുത്തിയാൽ നമുക്ക് ഈ ഒരു വലിയ ഷൗട്ടിങ്, വലിയ പ്രോബ്ലമാറ്റിക് ആയിട്ടുള്ള കാര്യങ്ങളൊക്കെ മാറ്റം വരുത്താൻ പറ്റും. ആ ഒരു ചെറിയ കാര്യം എന്താണെന്ന് വെച്ചാൽ, മേ ബി ഇപ്പൊ കുട്ടി ടോയ്സ് ഒക്കെ വലിച്ചെറിയാണ്. അപ്പൊ നമുക്ക് ഭയങ്കരമായിട്ട് ദേഷ്യം വരും, നമുക്ക് ഒരുപാട് കാര്യങ്ങൾ ചെയ്യാനുണ്ട്, അതിന്റെ ഇടയിൽ കുട്ടിയുടെ ടോയ്സ് വൃത്തിയാക്കണം, അങ്ങനെ പല കാര്യങ്ങളിൽ നമ്മൾ ഭയങ്കരമായിട്ട് ഇമോഷണലി ഭയങ്കരമായിട്ട് ഓവർലോഡ് ആവാണ്. പക്ഷേ കുട്ടി ടോയ് വലിച്ചെറിയുന്നത് എന്തുകൊണ്ടായിരിക്കും എന്നുള്ളത് ജസ്റ്റ് ഒന്ന് ചിന്തിക്കാം. ആ ഒരു കുട്ടിയുടെ ആ സമയത്തെ നീഡ് എന്താണ് എന്നുള്ളത് ജസ്റ്റ് ഒന്ന് ഐഡന്റിഫൈ ചെയ്യാം. മേ ബി കുട്ടിക്ക് ബോറടിക്കുന്നുണ്ടാകാം, അല്ലെങ്കിൽ കുട്ടിക്ക് ചിലപ്പോൾ റെസ്റ്റ് വേണമായിരിക്കും, അതല്ലെങ്കിൽ കുട്ടിക്ക് നമ്മുടെ ഒരു അറ്റൻഷൻ വേണമായിരിക്കും. സോ എന്താണ് കുട്ടിക്ക് വേണ്ടി നീഡ് എന്നുള്ളത് ജസ്റ്റ് ഒന്ന് ഐഡന്റിഫൈ ചെയ്യാം. എന്നിട്ട് കുട്ടിയുടെ അടുത്ത് ചോദിക്കാം, എന്താ കളിച്ചിട്ട് ബോറടിക്കുന്നുണ്ടോ, നമുക്ക് ഒരുമിച്ച് കളിച്ചാലോ, വേറെ കളി കളിച്ചാലോ, പുറത്തു പോയി കളിച്ചാലോ, അങ്ങനെ എന്താണ് നീഡ് എന്നുള്ളത് ജസ്റ്റ് ഒന്ന് ഐഡന്റിഫൈ ചെയ്തിട്ട് ആ ഒരു നീഡിനനുസരിച്ചിട്ട് കുട്ടിയായിട്ട് ജസ്റ്റ് ഒന്ന് കണക്ട് ആവാൻ നോക്കിയാൽ മതി. അങ്ങനെ ചെയ്താൽ തന്നെ കുട്ടിയുടെ അടുത്തുള്ള ആ ഒരു നെഗറ്റീവ് ആയിട്ടുള്ള റിയാക്ഷനെ നമുക്ക് പോസിറ്റീവ് ആയിട്ടുള്ള റെസ്പോൺസിലൂടെ മാറ്റാനും നല്ലൊരു കണക്ഷൻ, നല്ലൊരു ബോണ്ട് കുട്ടിയുമായിട്ട് ക്രിയേറ്റ് ചെയ്യാനും നമുക്ക് പറ്റുന്നതാണ്. സോ പാരന്റിംഗിൽ സ്ട്രഗിൾ ചെയ്യുന്ന ഒരു മദറാണ് നിങ്ങളെങ്കിൽ, കുറച്ചും കൂടെ ബെറ്റർ ആയിട്ടുള്ള ഒരു പാരന്റിംഗ് കുട്ടികൾക്ക് കൊടുക്കണം എന്ന് ആഗ്രഹിക്കുന്നുണ്ടെങ്കിൽ ഇതേപോലെയുള്ള പ്രാക്ടിക്കൽ ആയിട്ടുള്ള ടിപ്സിന് വേണ്ടിയിട്ട് ജസ്റ്റ് ഒന്ന് ഫോളോ ചെയ്ത് വെച്ചേക്കാം. ബൈ.